ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനയിൽ എല്ലാവരും കണ്ടു അല്ലേ? അപ്പോൾ അതെ, ഞാൻ ഇന്ന് പറയാൻ പോണ സബ്ജക്റ്റ് ഇതാണ്. ആളുകൾക്ക് യൂറോപ്പാണോ അതേമാതിരി ഗൾഫ് കൺട്രീസ്? യൂറോപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ വെസ്റ്റേൺ കൺട്രീസ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് UK ആണെന്നുണ്ടെങ്കിലും ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിലും ന്യൂസിലാൻഡ്, അതുപോലെ കാനഡ, USA, എവിടെയാണെന്നുണ്ടെങ്കിലും ആളുകൾക്ക് കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം യൂറോപ്പ് പോലത്തെ രാജ്യങ്ങളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെയുള്ള വർക്ക് ലൈഫ് ബാലൻസ്. എന്തുകൊണ്ട് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇതുപോലത്തെ വർക്ക് ലൈഫ് കിട്ടുന്നില്ല? എല്ലാ തൊഴിലാളികൾക്കും കിട്ടുന്നില്ല. കിട്ടുന്ന ആൾക്കാരുണ്ട്, ഒരുവിധം പ്രൊഫഷണലുകളായ ആളുകൾക്കല്ലാതെ സാധാരണ തൊഴിലാളികൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? എല്ലാവരും പ്രൊഫഷണലുകളല്ലല്ലോ. എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള സ്കില്ലും ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലല്ലോ. പല ആൾക്കാരും പല സാഹചര്യത്തിൽ വളർന്നു വന്ന ആൾക്കാരാണ്. അവർക്ക് എന്താ വെച്ചാൽ അവരുടേതായ സ്കില്ലും കാര്യങ്ങളൊന്നും അവർക്ക് അപ്പ് സ്കില്ല് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു പെർട്ടിക്കുലർ സ്കില്ലില്ലാത്ത ആൾക്കാർക്ക് അവരെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പുവറാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ സ്ഥാപനങ്ങളിൽ ഭയങ്കര ഒരു 8 മണിക്കൂർ, നോർമലി 8 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യേണ്ട സ്ഥാനത്ത് അവർ 10, 12, 14 മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്. ഒരിക്കലും വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവമേ അവർക്കില്ല. അവർക്കത് ചിന്തിക്കാൻ പോലും പറ്റൂല. അങ്ങനത്തെ ഒരു അവരെ മൈൻഡിൽ അതില്ല. കാരണം ഇങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്, ഇങ്ങനെ വർക്ക് ചെയ്യണം, നിങ്ങളെ സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ വർക്ക് ലൈഫ് ബാലൻസ്. ഇനി യൂറോപ്പ് പോലത്തെ വർക്ക് ചെയ്യുന്ന രാജ്യങ്ങളിലെ ആൾക്കാരെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്നുണ്ട്. അതിനി ഏതൊരു ചെറിയ ജോബാണെന്നുണ്ടെങ്കിലും. ഇതിനുള്ള കാരണമാണ് ഞാൻ കണ്ടെത്തിയത്. കാരണം എനിക്ക് എല്ലാവരും പറയും ഭയങ്കര സ്ട്രിക്റ്റാണ് ഗൾഫ് കൺട്രീസ് സ്ട്രിക്റ്റ് ആണെന്ന്. ഒരു ചെറിയ ഭാഗങ്ങളിൽ മാത്രമേ അവർ സ്ട്രിക്റ്റായിട്ട് നടക്കുന്നുള്ളൂ. ഇപ്പോഴും ഒരുപാട് തൊഴിൽ ചൂഷണങ്ങൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ട്. ഞാൻ ഒരു രാജ്യം എടുത്തു പറയണില്ല, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഭയങ്കര കൂടുതലാണ്. നേരെ മറിച്ച് ഇതുപോലത്തെ കാര്യങ്ങളിൽ ഭയങ്കര സെക്യൂറായിട്ടുള്ള ഒരു സിസ്റ്റമാണ് പുറം രാജ്യങ്ങൾ കൊടുക്കുന്നത്. അവിടെ അവർക്ക് ലൈഫ് എൻജോയ് ചെയ്യാനും ലൈഫിൽ നിങ്ങൾ ഒരു വീക്കെൻഡിൽ ആസ്വദിക്കാനും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും പുറത്തുള്ള രാജ്യക്കാർ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളെ അങ്ങനെ കൊടുക്കാത്തത്? മലയാളികളായ തൊഴിലുടമകൾ ഇപ്പോഴും അവർക്ക് ആ ഒരു ചിന്തയില്ല. കാരണം എന്താണെങ്കിലും 2 കാറ്റഗറിയിലായിട്ട് ആൾക്കാരെ കാണണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഒരുപാടായിട്ടുള്ളത്. അതായത് കുറച്ച് ഉയർന്ന കാറ്റഗറി, പിന്നെ താഴെ ജോലി ചെയ്യുന്ന കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരെ ആ ഒരു ഡിഫറൻസിയേഷൻ ഇപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിട്ട് ആണോ ഇങ്ങനെ ചിന്തിക്കുന്നത്? പക്ഷെ ഭയങ്കര സങ്കടമാണ്. കാരണം എന്താ വെച്ചാൽ ചെറിയ സാലറിയിൽ ജോലി ചെയ്യുക, വർക്കിംഗ് ടൈമും കൂടുതൽ 12, 13, 14 മണിക്കൂർ ജോലി ചെയ്യുക, 2 വർഷം കൂടുമ്പോൾ ഒരു ലീവ്. അങ്ങനെ വളരെയധികം സങ്കടത്തിലാണ് ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പ് പോലത്തെ രാജ്യങ്ങളിൽ. കാരണം അവിടെ ചെറിയ ജോലിയാണെങ്കിലും അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടല്ലോ. ആ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ട് അവർക്ക് ലൈഫ് അവിടെ കുറച്ചും കൂടി ഹാപ്പിയാണ്. പിന്നെ ഒന്നും ഉണ്ടാക്കാനും അവിടെയാണെന്നുണ്ടെങ്കിൽ ടാക്സ് കാര്യങ്ങൾ കൂടുതലുണ്ട്. പക്ഷേ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം അത് കൂടുതലായിട്ട് അവിടെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. യൂറോപ്പിലൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ കുറച്ച് ഡിഫറൻസ് ആണ്. എങ്കിലും ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പ് പോലത്തെ വെസ്റ്റേൺ കൺട്രീസിലും തൊഴിൽ നിയമങ്ങളിൽ അത് നടപ്പാക്കുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, ആൾക്കാർക്ക് കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ കണ്ടൻറ്റ് ഇതുപോലെ കണ്ടൻറ്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ കൂടുതലായിട്ട് റിസർച്ച് ചെയ്തിട്ട് ഇതുപോലത്തെ കണ്ടൻറ്റ് എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടൻറ്റിനെ കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ
എല്ലാവർക്കും ബായ്.